ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായിട്ട് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു ഗൈസ്. പാരാഗ്ലൈഡിങ് ചെയ്യണമെന്ന്, ആകാശത്തൂടെ ഇങ്ങനെ പറന്നു പോകണമെന്ന് മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് കുറച്ച് നാൾക്ക് മുമ്പ് സാധിച്ചു ഗൈസ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് പാരാഗ്ലൈഡിങ് ചെയ്തതിൻ്റെ ഫുള്ള് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ അന്ന് പാരാഗ്ലൈഡിങ് ചെയ്തപ്പോൾ എടുത്തൊരു ഫോട്ടോ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനത് ഫ്രെയിം ചെയ്യിപ്പിച്ചു. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജിനകത്ത് മെസ്സേജ് അയച്ച് അവരെനിക്ക് ആ ഒരു ഫോട്ടോ എനിക്ക് ഫ്രെയിം ചെയ്ത് തന്നു. എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഫ്രെയിം ചെയ്തതാണ്. എന്തെങ്കിലുമൊക്കെ ഓർക്കാനും പണ്ട് ചെയ്തിട്ടുണ്ടല്ലോ എന്നൊരു മനസ്സിലൊരു ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഫ്രെയിം ചെയ്തത്. കൊള്ളാം. ഇപ്പോൾ തറയിൽ പോയില്ലേ ഗൈസ്? കൊള്ളാമോ ഗൈസ്? കണ്ടിട്ട് അഭിപ്രായം പറയണേ ഗൈസ്. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ചെറിയ ഷോർട്ട് വീഡിയോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു, ഇത് എവിടെയാണ് ചെയ്തത്, എങ്ങനെയാണ്, എത്ര രൂപയാണ്, ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം പറയാനായിട്ട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് എനിക്ക് ഏറെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്തത് ഞാൻ വർക്കലയിലാണ്. വർക്കലയിൽ ആഴിയിറക്കം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സർവീസ് ചെയ്യുന്നത് അവിടെയായിട്ടാണ്. ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിലൂടെയാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് പാരാഗ്ലൈഡിങ് ചെയ്തിട്ട് അവർക്കുള്ള വീഡിയോസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു വല്ലാത്തൊരു ആഗ്രഹം തോന്നി. ഇത് മുമ്പേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇടയിൽ നല്ല മഴയാണ് ഗൈസ്, സൗണ്ട് കുറച്ച് പ്രശ്നമായിരിക്കും. അപ്പോൾ എനിക്കും വലിയ ആഗ്രഹമായിരുന്നു അതിൽ കയറണമെന്ന്. അങ്ങനെ ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് മെസ്സേജ് അയച്ചു, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ്, അപ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് പറ്റുമോ, എനിക്ക് പേടിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അല്ലാതെ അതിനകത്ത് കയറിയിരിക്കാനും ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ റേറ്റൊക്കെ പറഞ്ഞപ്പം കുറച്ച് പേടിച്ച് ഞാൻ ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞു റേറ്റൊന്നും വേണ്ട, എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് റേറ്റൊന്നും വേണ്ട, അല്ലാതെ തന്നെ ഞാൻ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഒരു 6 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം ഈ ഒരു സർവീസ് ഇല്ല, കാരണം കാറ്റും മഴയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഒരു പരിസ്ഥിതിയുടെ ഇതൊക്കെ നോക്കിയിട്ട് അവർ ഈ സർവീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കോൺടാക്ട് ചെയ്ത് നടന്നില്ല. പിന്നെയും കോൺടാക്ട്, അങ്ങനെ ഒരു 6-7 വട്ടമെങ്കിലും ഞാൻ ഇവരെ പിറക്കിയെന്നും ചോദിച്ച് അവർ സർവീസ് ചെയ്യത്തില്ല. കാരണം കാറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെയൊക്കെ സേഫ്റ്റി നോക്കിയിട്ടേ അവർ ആ ഒരു സർവീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പം വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ വരാനായിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് ഗൈസ് ഞാൻ വൈകിട്ട് 5 മണിക്ക് തന്നെ ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ചേട്ടൻ്റെ അടുത്ത് പറയാതെ ഒരു സർപ്രൈസിലാണ് ചേട്ടനെ വിളിച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. കടയിൽ ആൾ വന്നിട്ടുണ്ടോ എന്നാണ് ഗൈസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നത്. അവിടെ ചെന്ന് എന്നെ കണ്ടപ്പോൾ തന്നെ ആ ചേട്ടന് മനസ്സിലായി ഇങ്ങനെയുള്ള പ്രശ്നമാണെന്നൊക്കെ. അപ്പം ആ ചേട്ടൻ എന്നെ ആ പാരാഗ്ലൈഡിങ് കയറ്റി അവർ പറക്കാൻ എനിക്ക് സാധിച്ചു. എനിക്ക് ആ ഒരു സർവീസ് ഫ്രീ ആയിട്ടാണ് ചെയ്തു തന്നത്. ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും പൈസയൊക്കെ കിട്ടുമ്പം ഈ ഒരു സർവീസ് ഒന്നും കൂടി ഞാൻ ചെയ്യുമെന്ന് മനസ്സിലുണ്ട്. അപ്പോൾ പൈസയൊക്കെ കിട്ടിയിട്ടോ ഞാൻ ഒന്നും കൂടി പോയി ചെയ്യും. അപ്പോൾ ഈ ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുന്നവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അവരുടെ നമ്പരും ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അവർ പറയുന്ന ഡേറ്റിൽ ചെല്ലുമ്പം ഈ ഒരു സർവീസ് ചെയ്യുന്നതാണ്. പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിൻ്റെ മിനിറ്റ് അനുസരിച്ചിട്ടാണ് അവർ ആ ഒരു കോസ്റ്റ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈമിൽ പോയി ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർ അതിൻ്റെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർ ഇന്ന ദിവസം വരാൻ എന്നിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോഴേ നമുക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇന്ന ദിവസം പോയി ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നമ്മുടെ സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടേ അവർ സർവീസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറക്കാനായിട്ട് എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ഗൈസ്. ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെയായിരുന്നു. കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ്. അപ്പം മനസ്സിൽ അത്രയും ആഗ്രഹിച്ചിരുന്നൊരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു പേടിയില്ലാതെയാണ് ഞാൻ അതിനകത്ത് കയറിയത്. പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്ലൈ ചെയ്ത് മുകളിലൊക്കെ പോയി കറങ്ങി താഴെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ലാഗ് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യും. എന്നാലും വലുതായിട്ടൊന്നുമില്ല. മുകളിൽ നിന്നൊക്കെ ഉള്ള വ്യൂ ഒക്കെ കാണാനും ഒരു രക്ഷയില്ല ഗൈസ്, അന്യായം തന്നെയാണ്. ഒരു സൈഡിൽ കടലും ഒരു സൈഡ് ഫുള്ളും പച്ചപ്പൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും കാണണം, അതിനൊരു സപ്പോർട്ട് തരണം. നല്ലൊരു വീഡിയോ ആണ് ഗൈസ്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ചകളും ഒരു ഓർമ്മയുമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫോട്ടോ ഞാൻ ഫ്രെയിം ചെയ്തങ്ങ് വെച്ച് ഗൈസ്, എന്തെങ്കിലുമൊക്കെ ഓർക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം.
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.